ഞാൻ നല്ലതാ കൊച്ചൊരു ദിവസം കൂടെ ഒന്ന് കല്യാണം കഴിഞ്ഞാ. അപ്പൊ എന്നെ അറിയത്തില്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ അയ്യോ ഇങ്ങനാണല്ലോ എന്ന് പറഞ്ഞത്. അതുവരെ എനിക്കറിയത്തില്ലായിരുന്നു. അത് ടീച്ചർ രാജമ്മ പറഞ്ഞത് ജോലി ഉള്ളതാ. അവന്റെ പെണ്ണുപിള്ളേ ഭ്രാന്തരുടെ കൂട്ട് വന്ന് നിൽക്കുന്നത്. അതല്ല ഇവന്റെ പെണ്ണുപിള്ള അപ്പൻ ഭ്രാന്തരുടെ കൂട്ടാ വന്ന് നിൽക്കുന്നത്. ഇങ്ങനെ ആൺവേഷം ഒക്കെ കെട്ടി, പെണ്ണല്ല പെണ്ണ് രീതിയിലല്ല, ആൺവേഷം എല്ലാം കെട്ടി കാലേ കുറെ ഏതാണ്ടെല്ലാം ഇങ്ങനെ ഈ എന്തുവാ ഒട്ടന് നടക്കത്തില്ലേ, ഒട്ടറുടെ കാലേ കുറെ സാമാനം കാണത്തില്ലേ, ഒട്ടിച്ചിയുടെ കാലയില് അതുപോലെ കുറെ ഏതാണ്ടെല്ലാം സാമാനം കാലയിലുണ്ട് ഒട്ടിച്ചിയുടെ കൂട്ട്. ഭ്രാന്ത് എടുത്ത് നടക്കുകയുള്ളൂ മാറയൊക്കെ ഇത്. നമുക്ക് ജീവിക്കണ്ട, എന്താവാ മന്ദിരത്തിൽ പോയാ അവിടെ നമ്മൾ ശീലമാനോട് വരുന്നതിന് ഇവർക്ക് എന്താ ഞങ്ങൾ ബന്ധുവാ പണ്ട്. ഇതൊക്കെ എന്താ പണ്ട് ഇറങ്ങി 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 എന്താ ഗൂണ്ടാരാജുമായിട്ട് നടക്കുക. ഗൂണ്ടാരാജ് നാളെ ഏത് അസുഖങ്ങളാണ് കാണണം, ഏത് വിദേശക്കാരൻ നമ്മൾ വരുന്നതെന്ന് കാണണം. അത് കാണാനായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. നാളെ രാവിലെ ഞാൻ ഒന്നിനും പോകുന്നില്ല, ഇവിടെ തന്നെ ഇരിക്കുക, വാഴ തന്നെ ഇരിക്കുക. ഗേറ്റും തുറന്നിരിക്കാം. അതൊക്കെ പേടിച്ചാണ് ഞാൻ ഗേറ്റും എല്ലാം ഗേറ്റ് പൂട്ടിയിട്ടായിരിക്കുന്നത്. നാളെ രാവിലെ ഞാൻ ഗേറ്റ് തുറന്നായിരിക്കുന്നത്. ഇവന്മാർക്ക് ആരാണ്ട് ഇവിടോട്ട് കേറുന്നെന്ന് കഥ ഉണ്ടാക്കണമെന്ന്. ഇവിടോ ഇവിടെ ആരാണ്ട് കേറുന്നെന്ന്, ഇവിടെ ആരാണെന്ന കേറുന്നത്, ഇവിടെ ആരാണ്ട് പ്രതിഷ്ഠിക്കണമെന്ന് ഇവന്മാരുടെ ആരാണ്ട് ഇതുപോലെ ബിജുപിയെ പ്രതിഷ്ഠിക്കണം. നീ വാടാ പ്രതിഷ്ഠിക്കാൻ, നീ വാടാ നീക്കെ പ്രതിഷ്ഠിക്കാൻ, നിന്റെ ഗൂണ്ടാ പ്രതിഷ്ഠ നീ വാ. ഇവിടെ ജീവിക്കാമോ നോക്കട്ടെ, മരണം വരെ ഇവിടെ ജീവിക്കാമോ നോക്കട്ടെ. മരിച്ചാ പിന്നെ ജീവിക്കണ്ടല്ലോ. മരണം വരെ ഇവിടെ ജീവിക്കാമോ നോക്കട്ടെ. ഏതായാലും ഇത്രയും മരിക്കുന്നൊന്നും ഇതുവരെയൊന്നും പോയില്ല. ഇവിടോട്ട് വലിയ ഭരിക്കണമെന്ന് അവന്റെ പേര് കണിയാന്, മലപ്പുറത്തുനിന്ന് വന്ന കണിയാന് ഇവിടെ കയറി ഭരിക്കണമെന്ന്. അവനാരാ കണിയാന്, മലപ്പുറംകാരൻ കണിയാന്. അത് സത്വവലിയുടെ വിവരിക്കാൻ പോയാൽ സത്വവലി വിവരിക്കാനൊക്കെ കയറിയത്. ഈ നാട്ടുകാരെ എല്ലാം ഇടി ശരിക്കും മാറ്റണമല്ലോ. നാട്ടുകാരെ ഇടി നാട്ടുകാരെ എല്ലാം രാജപ്പന്റെ ഇടി ശരിക്കും മാറ്റാനവൻ. രാജപ്പന്റെ ഇടി ശരിക്കും മാറ്റാനാ. നാട്ടുകാരെ ഇടി മാറ്റണം. പ്രവർത്തനത്തില പിള്ളേരെ സുഖാന്തിലേക്ക് വരുന്നത്രയും പറയും നാട്ടുകാരെ പിടിക്കണം. അവനെ ശരിക്കും നാട്ടുകാരെ പിടിക്കണം. അതിന് ആ പെണ്ണുങ്ങളോട് തുടങ്ങുന്നവരാ നമ്മളോട്. ആ പെണ്ണുങ്ങളെ ഒത്തിരി പൊറുതി മുട്ടിച്ചതാ കുറെ അവളുമാരും അമ്മാരും കൂടെ കൂടി. പ്രവർത്തനത്തിലെ മരുമോള് മക്കളെ കുറേ ചെന്നിരിക്കും, ഇവൾ ചെന്ന് പറയാ എന്നിട്ട് അതിന് വേണ്ടി അവൻ കാലുമുട്ടൊന്ന് വെക്കാൻ ആളില്ലാതില്ല. അല്ല കാലുമുട്ടി വെച്ചേ ഉള്ളൂ. അങ്ങനെ ശരിക്കും അത് കിട്ടിയത് അവനെ ശരിക്കും അത് മേടിച്ച പക്ഷെ അവൻ മര്യാദയ്ക്ക് ഞാൻ മറന്നു പോയെന്നാണ്. എന്തുമാത്രം ഇടിയോ മാത്രമാണ് ഇവിടെ ഇതിന്റെ വിളിച്ചിട്ടാണ് ഈ നാട്ടിൽ. ഇവന്റെ പൊടിയനെ ഇവിടുത്തെ പൊടിയൻ വരെ അവനെ അടിച്ചാനാ സത്വവലിയുടെ അങ്ങ് വിവരിക്കാൻ കയറുന്നതിന്, സന്ധ്യയ്ക്ക് വരുന്നതിന്. ഞാനാണ് നമ്മുടെ ഉള്ളപ്പോഴല്ല. ഇവർ ഇത്രയും ഇടി കൊണ്ടിട്ട് നാമില്ലല്ലോ ഈ മലപ്പുറം ചെന്തിക്ക്. ഇതുപോലെ ഒരു ചെന്തിയെ കാണാനില്ല. ഇപ്പം മനുഷ്യരൊക്കെ വെച്ച് നടക്കുക. ഒരു പോകാനൊക്കെ ഒരു കഞ്ചിയും തൂക്കി അസൽ ഭ്രാന്തൻ കണ്ടാൽ അസൽ ഭ്രാന്തൻ പോകാൻ തോന്നും. ഒരു പാദം വരെയുള്ള കഞ്ചിയും തൂക്കി ഇങ്ങനെ പോകുന്ന കണ്ട അസൽ കുറെ ചീത്തം പറഞ്ഞ് പോകും വഴിയെ. അപ്പം ഒരു ദിവസം ഞാൻ നടി പണിക്കാൻ ചോദിച്ചു, ഇയാൾ ആരെ ഒരു ഭ്രാന്തനാണ് പോകുന്നത്, ഭയങ്കര ചീത്തം പറഞ്ഞാൽ പോകുന്ന ഒരുത്തം പറയുക ഞാൻ അനങ്ങാൻ പോയില്ല. നമുക്കെന്തിനാ ഇങ്ങനത്തെ കാര്യം ചീത്തം പറഞ്ഞ പോകുന്നത് ഭ്രാന്തനാണെന്ന് ചോദിക്കുന്ന ഒരുത്തൻ ഭ്രാന്തനാണെന്ന് പോകുന്നതെന്ന്. ഞാൻ വിട്ടു നിൽക്കുമായിരുന്നു. നമ്മുടെ ആരാണ്ട് പ്രതിഷ്ഠിക്കണം പോലെ ഇവിടോട്ട് ആരാണ്ട് പ്രതിഷ്ഠിക്കണം. ഇവനൊക്കെ ആരാ ഇവിടെ പ്രതിഷ്ഠിക്കാന്? ഇവിടെ ഹിന്ദിക്കാരനെ പ്രതിഷ്ഠിച്ചേക്കുന്ന രാജസ്ഥാനി മുകേഷ് കുമാർ, അഡ്വക്കേറ്റ് മുകേഷ് കുമാർ. നീ വാ, ഏതവരാന്ന് വെച്ചാൽ ഈ വാ, ഞങ്ങൾ നോക്കട്ടെ. ഏതവരാന്ന് വെച്ചാൽ ഈ വാ, കോടതിയിലൊക്കെ ഇതൊക്കെ ഉണ്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ നോക്കാം. പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ടോന്ന്. ജീവിക്കുന്നതിന് ആരാ എതിരിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണാം. എന്തൊക്കെ നോക്കാറുണ്ടാ? സഹദേവ മന്ദിരത്തിൽ ദീപായ പണിക്കരുടെ കൂടെ മുകേഷ്
അറിയണ്ടായോടാ. ഈ വേറെ രോഗമുള്ളവരെ ഏതാണെന്ന് ഞങ്ങൾക്കൊന്നറിയണം. ആഹാ. അവര് മുഴുവനും പേര് മുകേഷ് കുമാർ തന്നെ ആ അഡ്വക്കേറ്റ് മുകേഷ് കുമാർ തന്നെ അപ്പം ഒരേപോലെ ചെണ്ടിയൊന്നും അല്ല, നല്ല ഒന്നാമത്തെ അഡ്വക്കേറ്റാ, അല്ല ചുമ്മാ ഉള്ളവനെയല്ല. കണിയാനും സോമരാജനും സമാധാന മന്ത്രി സോമരാജനും മോഹൻജിക്കും ഒക്കെ എവിടെ കയറി ഭരിക്കാൻ? നമ്മുടെ വീട് കയറി ഭരിക്കാൻ? ഇതൊക്കെ ഇവന്റെ വീട് ഭരിക്കട്ടെ, നമ്മുടെ വീട് കയറി ഭരിക്കാൻ ഇവനൊക്കെ ആരാ? എന്റെ 5 CCTV ക്യാമറ കണ്ട് അടിച്ച് പൊട്ടിച്ചത് ഗൂണ്ടായ്പ. ഇതുപോലെ ഗൂണ്ടാരാജും കൊണ്ട് നടക്കുന്നോ? ഗൂണ്ടാരാജ് ഏതാണ് ഗൂണ്ടാരാജ് നടക്കുന്നത് ഇവിടെ? ഗൂണ്ടാരാജും കൊണ്ട് നടക്കുന്നവന്മാര് കുറെ ഗൂണ്ടായുസം കൊണ്ട് നടക്കുക, കുറെ അവന്മാർ ഗൂണ്ടായുസം. ഗൂണ്ടായുസം കൈവശേടാ, ഗൂണ്ടായുസം ഉണ്ടെങ്കിൽ മന്ദിരത്തിൽ വരെ ഇത് ഉച്ചയ്ക്ക് വന്നതില്ലയോ? നമ്മള് ശീലമാമനോട് പറയും, നിനെന്താ രോഗം, നിനെന്താ കടിയെന്തുവാ, നിനക്ക് അടിയെന്തുവാ, ഇതിന് കടി ശീലങ്ങൾ എന്താ പറയുക? ഞാൻ ചീത്ത വിളിച്ച കാര്യം ഇതുപോലത്തെ കാര്യമല്ല. ആര് പറയുന്നു? ഞാൻ പറഞ്ഞേ ഇന്ന് അവരെ കണ്ടപ്പോ. അപ്പൊ ഇവരെ തുടങ്ങി എന്തുവാ മോഹൻ സിംഗും എന്തുവാ മന്ദിരത്തിലെ എന്തുവാ സ്വാമി എന്ന് പറയുന്നവനും കൂടെ സ്വാമി എന്താ അവനെന്താ തുടങ്ങാനാ? നമ്മളെ ഇറക്കാൻ പറ്റില്ല. അവൻ മന്ദിരം ഉണ്ടാക്കിയ എന്റെ ഭർത്താവ് ആദ്യം ഉണ്ടാക്കിയത്. പൊട്ടാളക്കാരുണ്ടായിരുന്നു, അവിടെ എല്ലാം പണം കൊണ്ടായി മന്ദിരം ആദ്യം ഉണ്ടാക്കുന്നത്. അതാ മിക്കാരുടെയും പൈസ ഇല്ല. അതാ ഇവിടെ വായുനോട്ടോടെ ഒന്നും പൈസ കൊണ്ടല്ല ഉണ്ടാക്കിയത്. ഇവൻ വന്ന് സർവ്വസമയം ഫോണും പിടിച്ച് നിൽക്കുക. ഏത് അമ്പലത്തിലും ഒക്കെ അവിടെയൊക്കെ ഉണ്ട് ആളുകൾ വന്ന് ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്ന. ഏത് അമ്പലം കണ്ടിട്ടുണ്ടോ? ഇവരിങ്ങനെ വന്ന് ഫോണും പിടിച്ച് ഈ മതിലിന്റെ ഇതിന്റെ കൂടെ ഇറക്കി കയറി ഇരിക്കുകയാണ്. ഇറക്കി കയറി ഇരിപ്പായിരുന്നു ജോലി. ഫോണും പിടിച്ചോണ്ട് അവിടെ ലേസറൊക്കെ അടിച്ച് ഫോണും പിടിച്ചോണ്ട് ഇരിപ്പായിരുന്നു. പത്മജൻ എന്ന് പറയുന്ന ആറി. പത്മജൻ എന്ന് പറയുന്ന അവന് രോഗമാണ്. ഫോണും പിടിച്ച് ലേസർ അടിച്ചിരിക്കുക. എന്റെ പുലിക വരയ്ക്കുക, വരയ്ക്കുക, മുടി കൊഴിക്കുക, വലിയ രോഗമാണ്. അവൻ വന്ന് ഇരിക്കുകയാണ്. അന്ത്രിയുടെ മോൻ എന്നെ 7 ദിവസത്തിനുള്ളിയാണ് വകവരുത്തുന്നവൻ. 7 ദിവസം കൊണ്ട് വരട്ടടാ, നീ അന്ന് പോയാ. അവൻ 7 ദിവസം കൊണ്ട് എന്നെ വന്ന് വകവരുത്തി കളയുന്നവൻ. നിന്റെ സംരംഭം എന്നെ എന്തോന്ന് ചെയ്ത് കളയുന്നവൻ. എടാ നിനക്ക് ആരാണ് അവിടെ ഉദ്യോഗം തന്നത്? എടാ ഈ മന്ദിരം ഉണ്ടായി നിന്റെ മുടുക്കൊണ്ടല്ലടാ, മന്ദിരം ഉണ്ടാക്കി. ഇവിടുത്തെ പാവപ്പെട്ട ഉദ്യോഗമുള്ളവരെ പണം കൊണ്ടായിരുന്നു ഉണ്ടാക്കിയത്. അല്ലാതെ ഇത് മറ്റാരുടെയും പണം കൊണ്ടല്ല, ഇവിടുത്തെ ജോലിയുള്ള ആൾക്കാരുടെ പണം കൊണ്ടായി മന്ദിരം ഉണ്ടാക്കിയത്. അല്ലാതെ പിന്നെ നിന്റെ മന്ദിരം ഒന്നും ഉണ്ടാക്കിയതല്ല, നിന്റെ മന്ത്രിയുടെ മന്ദിരം ഒന്നും ഉണ്ടാക്കി കൊടുത്തതല്ല. സോമരാജൻ കമ്മിറ്റി അംഗമാണെന്ന്. കമ്മിറ്റി അംഗമായതുകൊണ്ട് ഇവിടെ നടക്കത്തില്ലെന്ന്, ഇവിടെ വെച്ച് തീർക്കത്തില്ലെന്ന് ഏതാണ്ട്. അറിയത്തില്ല കമ്മിറ്റി അംഗം ആര് പറയുക? സോമരാജൻ. അവൻ പറയുന്നു നിന്റെ മീഡിയ കമ്മിറ്റിയാണോ അവിടെ ഇന്നത്തെ പരാതി? ഇവിടുത്തെ മന്ദിരത്തിലെ കമ്മിറ്റി മാത്രമേ ഞങ്ങൾക്കുള്ളൂ, വേറെ കമ്മിറ്റിയോ? കമ്മിറ്റിയാണെങ്കിൽ വേറെ ഒന്നും ഇല്ല. മന്ദിര